വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രിയേഷൻ്റെ പേരാണ് ഡ്രീംസ് ദ റീബോൺ ഫ്ലവർ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് കോക്കനട്ടിൻ്റെ ക്യാപ്പാണ്. കോക്കനട്ടിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ കോക്കനട്ട് ഉണ്ടാക്കി വരുന്ന ചെറിയ സാധനമല്ലേ, അതിന് പല പേരാണ് പല സ്ഥലത്തിലും പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രത്യേകം പേര് പറയണില്ല. ചിങ്ങ, വെള്ളയ്ക്ക, കൊച്ചങ്ങ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയണതെന്നൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കോട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഉണങ്ങിയതാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈഡ് ഫ്ലവർ എഫക്റ്റ് കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടിരിക്കുമല്ലോ. സോ അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു ബേബി ഗേൾ പോലെ ഒരു ഫിഗറിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് ഈ ഒരു ബോഡി സ്കൾപ്റ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് porcelain ക്ലേ ആണ്. ഞാൻ ഫേസ് വന്നിട്ട് സ്കൾപ്റ്റ് ചെയ്യുക. ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പോയി നോക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ഈ ഒരു കോക്കനട്ട് ക്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അക്രിലിക് കളർ വെച്ചിട്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ഫ്ലവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ബലത്തിലിരിക്കാനും അതുപോലെ കുറച്ച് വെയിറ്റ് അടിയിൽ വരാനും, അതുപോലെ നമ്മുടെ ഈ ഒരു ഫിഗറിൻ ബോഡി അങ്ങോട്ട് ഇറക്കി വയ്ക്കുമ്പം കുറച്ച് നന്നായിട്ടിരിക്കാനും ഒരു ഫ്ലവറിൽ നിന്ന് വരുന്നത് പോലെ തോന്നാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഹെഡും കൂടെ ഒരു ഐപ്പിൻ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫിഗറിൻ്റെ ഡ്രസ്സ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റിബോൺ ഫ്ലവർ ആണല്ലോ, സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രസ്സും ഫ്ലവറി ആയിരിക്കും. സോ ഞാനൊരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഒരു പെറ്റൽസ് പോലെ ഉണ്ടാക്കിയെടുത്താലും മതി. ഞാൻ കണ്ണുകളൊക്കെ വരച്ച് കൊടുക്കാം. നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഫ്ലവറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ഫിഗറിനെ നമ്മൾ ബേസിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിയേഷൻ റെഡി ആയിട്ടുണ്ട്. ഏതൊരു ഫ്ലവറും ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ചെടിയുടെ എവിടുന്നെങ്കിലും പുതിയ മൊട്ടുകൾ ഉണ്ടാവുകയും പുതിയ പൂക്കൾ വിടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളും. നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സും അതുപോലെ ഡ്രോബാക്സും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ ലൈഫിൽ. പക്ഷേ നമ്മളതൊക്കെ തരണം ചെയ്ത് പുതിയ പുതിയ പ്രതീക്ഷകളും അതുപോലെ നമ്മളെ ഹാർഡ് വർക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമ്മൾ മാറ്റിയെടുക്കും. അതുപോലെ നമ്മളുടെ പ്രതീക്ഷകളാവുന്ന പുതിയ പുതിയ മൊട്ടുകൾ വിരിഞ്ഞ് പുതിയ പുതിയ പുഷ്പങ്ങളാവട്ടെ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ റീബോൺ ഫ്ലവേഴ്സ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ക്രിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. ചിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.